സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത്. വീടിനകത്ത് കയറിയ അക്രമി 1 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന പോലീസ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നുണ്ട്. പോലീസിന് എത്രത്തോളം ദുഷ്കരമായിരിക്കും പ്രതിയിലേക്ക് എത്തുന്നത്? മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? സന്ധ്യ, ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പോലീസാണ്. ആളെ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല, സമീപകാലത്തുള്ള മോഷണ കേസുകളായും മറ്റു പോലീസ് സ്റ്റേഷനുകളുമായും എല്ലാം തന്നെ ഈ ചിത്രങ്ങൾ വെച്ച് ബന്ധപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പ്രതി, അക്രമി, ആ വസതിക്കകത്ത് തന്നെയുള്ള സെയ്ഫ് അലി ഖാന്റെ ഒരു ജീവനക്കാരന് പരിചയമുള്ള ഒരാളായിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന ഒരു കാര്യം. മാത്രമല്ല, ഇന്ന് രാവിലെയാണ്, ഇന്ന് പുലർച്ചയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഈ അക്രമി സെയ്ഫ് അലി ഖാന്റെ വീടിനകത്ത് പ്രവേശിച്ചിരുന്നു. അത് ഈ എസ്കേപ്പ് ലാഡർ വഴിയാണ്, എസ്കേപ്പ് ഗോവണി വഴിയാണ് അദ്ദേഹം ഈ പ്രതി അകത്ത് പ്രവേശിച്ചത്. മാത്രമല്ല, സെയ്ഫ് അലി ഖാൻ കരീന ദമ്പതികളുടെ ഇളയ മകൻ ജെ, ഏകദേശം 3.5-4 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത്. ആ കുട്ടിയുടെ ആയയെ ആദ്യം ആക്രമിക്കുന്നു. എന്നിട്ട് 1 കോടി രൂപ ആവശ്യപ്പെട്ടു. അവിടെ ഒരു തർക്കം രൂപപ്പെട്ടു. ആ തർക്കത്തിനിടയിലേക്കാണ് അവിടെ സെയ്ഫ് അലി ഖാൻ വന്നെത്തുന്നത്. സെയ്ഫ് അലി ഖാന് അങ്ങനെ പരിക്കേൽക്കുന്നു. ഈ ആക്രമണത്തിൽ 6 തവണ കുത്തിയേൽക്കുന്നു. മാത്രമല്ല, മറ്റ് 2 പേർക്ക്, ഈ കുട്ടിയുടെ ആയയ്ക്കും ഏലിയമ്മ ഫിലിപ്സ് എന്നാണ് ഈ ആയയുടെ പേര്, ഒപ്പം തന്നെ മറ്റൊരു ജീവനക്കാരൻ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും കുത്തിയേറ്റിട്ടുണ്ട്. ഇവരെ 3 പേരെയും ആശുപത്രിയിലാക്കിയിരുന്നു. ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് സെയ്ഫ് അലി ഖാനെ തന്നെയാണ്. അദ്ദേഹത്തിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. ഇപ്പോൾ എന്തായാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ICUയിൽ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ ഏലിയമ്മ ഫിലിപ്സ് എന്നുള്ള ഈ കുട്ടിയുടെ, ജെ എന്ന് പറയുന്ന സെയ്ഫ് അലി ഖാന്റെ കുട്ടിയുടെ ആയയെയും മറ്റ് ജീവനക്കാരെയും വീണ്ടും മൊഴിയെടുപ്പിക്കാൻ പോലീസ് വിളിപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അവരിലൂടെ പ്രതിയിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. ആദ്യഘട്ടത്തിൽ മോഷണം എന്നുള്ളൊരു കാര്യം പുറത്തു വന്നിരുന്നു. പക്ഷേ അത് ഒരു ഭീഷണി എന്നുള്ള തലത്തേക്കടക്കം ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എഫ്ഐആറിൽ വധശ്രമം അതിക്രമിച്ചു കയറിയ അക്രമി താരത്തോട് 1 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നുണ്ടായ തർക്കത്തിലൊക്കെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത്. എന്തായാലും സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതിയുണ്ട് എന്നതാണ് ആശ്വാസകരമായ വാർത്ത. പ്രതിക്കായി അന്വേഷണത്തിലാണ് പോലീസ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.